നമ്മളെല്ലാവരും ഇക്കാലം അത്രയും റെഡിമെയ്ഡ് നക്ഷത്രമല്ലേ മേടിച്ചോണ്ടിരുന്നത്. ഇപ്പം പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ പറമ്പിൽ പോയി ഈറ്റ വെട്ടി ഈ ഈറ്റ കൊണ്ടുള്ള നക്ഷത്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞാനും ഏതായാലും ഒരു ഈറ്റ കൊണ്ടുള്ള നക്ഷത്രം ഉണ്ടാക്കാൻ പോവാ. നിങ്ങൾ പോവാ. ഈറ്റ വെട്ടാൻ പോവുകയാണ്. അതിനുവേണ്ടി വാക്കത്തെയും മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് തന്നത് അമ്മയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഈറ്റ വെട്ടാനായിട്ട് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? ഹൈ റേഞ്ചിന് പോകുന്ന വഴിക്ക് വണ്ണപ്പുറത്തിനടുത്ത് മുണ്ടൻമുടി എന്ന സ്ഥലത്ത് ആണ് കുറേ ഈറ്റകൾ നിൽക്കുന്നത്. ഞാൻ ബസ്സിന് പോകുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയാണ് ഈറ്റ വെട്ടാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഈറ്റ വെട്ടുന്ന സ്ഥലത്തെത്തി. അങ്ങനെ ഒന്നും നോക്കിയില്ല. പണ്ട് ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ ഈറ്റ വെട്ടിയാണ് നക്ഷത്രം ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് ആ ഓർമ്മകൾ അയവിറക്കി കുറേ കൂടുതൽ ഈറ്റ വെട്ടി അത് കെട്ടി നമ്മളിനി നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. കുറേ അങ്ങ് ചെന്നപ്പോഴാണ് അതിമനോഹരമായ കൈതത്തോട്ടം കാണുന്നത്. എത്ര ഭംഗിയാണല്ലേ. ഞങ്ങൾ ഈറ്റയൊക്കെ വെട്ടി ഇവിടെ എത്തിയപ്പോഴത്തേക്കും സമയം വൈകി. അതുകൊണ്ട് നക്ഷത്രത്തിൻ്റെ പണികൾ പിറ്റേ ദിവസത്തേക്കാക്കി. അങ്ങനെ ഒരുപാട് നാളായി ഇങ്ങനെ ഈറ്റ വെട്ടിയുള്ള ഒരു നക്ഷത്രം ഉണ്ടാക്കിയിട്ട്. എപ്പോഴും നമ്മൾ റെഡിമെയ്ഡ് നക്ഷത്രമല്ല മേടിക്കുന്നത്. അപ്പോൾ ഇക്കുറി ഉണ്ടാക്കി തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഈറ്റ കൊണ്ട് നക്ഷത്രം ഉണ്ടാക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ നക്ഷത്ര നിർമ്മാണം പൂർത്തിയാക്കി. ഇനി നമുക്ക് നമ്മുടെ നക്ഷത്രത്തെ സുന്ദരിയാക്കണ്ടേ. അതിന് പല വർണ്ണങ്ങളിലുള്ള പേപ്പറുകളെ പല സൈഡുകളിൽ ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി പണ്ട് കശുമാവിൻ്റെ പശയും മൈദയും ഒക്കെയാണ് പശയായി ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അതൊന്നും കിട്ടാൻ നിർവാഹമില്ലാത്തത് കൊണ്ടും പെട്ടെന്നുള്ള എളുപ്പത്തിന് വേണ്ടിയും ഞങ്ങൾ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നക്ഷത്രത്തിൻ്റെ എല്ലാ പണികളും പൂർത്തിയായി. നക്ഷത്രം സുന്ദരിയായി. ഇനി നമുക്ക് നക്ഷത്രത്തെ ഉയർത്താം. അപ്പോൾ പുതുമയാർന്ന മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ.